വെള്ളം കിട്ടാതെ മരുഭൂമിയുടെ നടുവില് നിക്കണ സമയത്ത് കട്ട് പൊളി. എനിക്ക് തോന്നി ഒരു രക്ഷയില്ല, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊളിക്കും. എടോ, എനിക്ക് ഈ നാടകം എഴുതുമ്പോ നാടകത്തിന് ഡ്രസ്സൊന്നും ആവശ്യമില്ല. ഈ തണുപ്പത്താ കേരളീയ വസ്ത്രേ ഓഫീസിൽ മാത്രം മതി. ഓ, എന്താ പോളേട്ടാ നിങ്ങളിന്ന് ഓഫീസ് വരാഞ്ഞേ? ആ ബ്രോക്കറെ നാട്ടിലൊന്ന് രണ്ട് സ്ഥലങ്ങൾ കാണിക്കാൻ ലൈവില് വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലീവാക്കി. പിന്നെ അല്ല, എന്താ കൊത്തിയടാ കുടുങ്ങിയ? അവള് വളഞ്ഞടാ. അന്റെ ബ്ലൂടൂത്ത് അവിടെ പോയി. അതിന്റെ ചാർജ് കഴിഞ്ഞ്. ഓ, ഈ എങ്ങനെയാടാ ഈ പെമ്പിള്ളേരെ വളക്കണേ? അതൊക്കെ നിസ്സാര പരിപാടിയല്ലടാ. നമ്മുടെ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു നമ്പർ അങ്ങ് എടുക്കാം, അതിനകത്തേക്ക് ഡയൽ ചെയ്യാം. പെണ്ണുങ്ങളാണ് എടുക്കണമെങ്കിൽ മനോജിന്റെ വീടല്ലേ ചോദിക്കുക. അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നില്ലേ, ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വളയാനാണ് കൂടുതൽ എളുപ്പം. ഡാ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടാ. അപ്പൊ നാടകം തൊലിക്കല്ലായിരുന്നു. മനോജ് എന്ന് പറഞ്ഞ ആള് വിളിച്ചു കഴിഞ്ഞാ ഫോൺ എടുക്കരുതേ. ഓ, ലില്ലി ചേച്ചിനെ കണ്ടാലും മതി. എത്ര നേരം ഒരു ചായക്ക് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കാണിത്? എന്തൊരു തണുപ്പാണ് ഇവിടെ. മെൽബേണിലെ കാലാവസ്ഥയെ മനുഷ്യന്റെ മനസ്സ് പോലെയാ. ചില സമയത്ത് വെയില്, ചില സമയത്ത് മഴ, ചില സമയത്ത് തണുപ്പ്. ഈ തണുപ്പത്ത് എങ്ങനെയാ എനിക്ക് ഇങ്ങനത്തെ ഡയലോഗ് കിട്ടുന്നത്? എടാ, ഇനി അടുത്ത സിനിമക്ക് ഈ ഡയലോഗ് ഇടണം കേട്ടോ. സിനിമയല്ലടോ നാടകം. എന്താ പ്രശ്നം എന്നറിയോ? ഈ സിനിമയാകുമ്പോ പ്രൊഡ്യൂസറെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാ. നാടകമാകുമ്പോ ആ പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു സ്പോൺസർ ഒപ്പിച്ചാൽ മതി. നമുക്ക് നാടകം വെച്ച് തുടങ്ങാം. ആരും കാണാത്ത നാടകം. നമുക്ക് സുബ്രഹ്മണ്യൻ കൊണ്ട് ചെയ്യിച്ചാലോ? ചെയ്യൂ, അത് ചെയ്യിപ്പിക്കാം. സുബ്രഹ്മണ്യൻ ഇതിനൊരു കലാവാസനയൊക്കെ വേണം. ഈ ആരും കാണാത്ത നാടകം മനസ്സിലാവണല്ലോ. ചെയ്യുമായിരിക്കൂലേ? ഇതാ പെണ്ണല്ലേ? ആര്? അന്നെ ലിഫ്റ്റ് നിന്നല്ലേ? അവളോ? ഓളല്ല, അവള്. ഇതിലേതാ? ആ ഓറഞ്ച് കളർ ഇട്ടെ. ഓറഞ്ച്? ഇതിലേതാടാ ഓറഞ്ച്? സോറി, മഞ്ഞ. ഓഹോ, ചോദിക്കാൻ പറ്റില്ല. ജോയേട്ടാ, നല്ല തള്ളുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും തള്ളി മറയ്ക്കാൻ ഒരു മടിയില്ലാത്ത ടീമാ. ജോയേട്ടിന് തള്ളു കിട്ടാന്ന് നോയിക്കോട്ടെ. എന്നെ തള്ളി വിവരറിയും. നമ്മളെ നല്ല ഗുസ്തിക്കാരുടെ ഫാമിലി വന്നാ അതാണ്. കേട്ടല്ലോ അല്ലേ? ആരെ തള്ളിന്നാ പറഞ്ഞേ? ആരും തള്ളില്ല. ഈ ആയിട്ടോ നോക്കാം. തണുന്നു വന്നേ, ഒന്ന് നീട്ട് വരാൻ. എന്തേ ചെല്ലടോ, ഒരു പെണ്ണല്ലേ വിളിക്കണേ? എന്തിന്? എന്തിനാ എനിക്കറിയോ? ഈ ചെല്ല്. നീ കൂടാ. ഇന്നല്ലല്ലോ തല്ല്, അന്നല്ലേ. ഈ ചെല്ല്. വേണോ? ഈ അവിടെ ചെല്ലടോ. എന്തിനാവും? ചെല്ല്. പോവാലേ? ആ, ഹായ് ഹായ്. വാട്ട്? ഒന്നുമില്ല. ഹലോ. അതെ, ഓ, അന്ന് എന്റെ അച്ഛനെ ഹാർട്ട് അറ്റാക്ക് വന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കായിരുന്നു. താനും തന്റെ കൂട്ടുകാരനും വന്ന് കയറിയപ്പോ ലിഫ്റ്റ് ഓവർലോഡായി. ആ ടെൻഷനിൽ ഞാൻ തന്നെ തള്ളിയിട്ടതാ, അല്ലാതെ മനഃപൂർവ്വമൊന്നും അല്ല. എന്നാ പറഞ്ഞാ പോരായിരുന്നില്ലേ? അല്ല, ആ സമയത്ത് പറഞ്ഞാ പോരേന്ന്. അപ്പോ ആ ടെൻഷനില് ആ സമയത്ത് അതൊക്കെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാ പിന്നെ ഒരു സോറിയെങ്കിലും പറഞ്ഞൂടെ? സോറി. അതെന്ത് സോറി? ഓളെന്റെ തന്തക്ക് വിളിച്ചിണ്ടാവൂലേ? എന്തിന്? അല്ല, എന്റെ മുഖഭാവം കണ്ടപ്പോ തോന്നിയതാ. ഇത് ഏതാടവള്? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എടാ, ഓളാണ് എന്നെ ലിഫ്റ്റ് നിന്ന് തള്ളിയത്. അതല്ലടാ. എടാ, പടച്ചോനാണ് സത്യം. ഓള് ഡ്രസ്സ് മാറ്റിട്ട് എനിക്ക് മനസ്സിലാവായിട്ടാ. സത്യം. ഈ നാട്ടില് ഈ ഡ്രസ് ഇട്ട് നടക്കാൻ എനിക്കൊരു കുറവില്ലേ? എന്തിനാടാ കുറവ്? അവരുടെ ഡ്രസ് ഇട്ട് നമ്മൾ നടക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ഡ്രസ് ഇട്ട് അവര് നടക്കട്ടെ.
പിന്നല്ല. ഈ ഞായറാഴ്ചയെ നമ്മുടെ അബൂട്ടിയുടെ കല്യാണാഴ്ചയാണ്. ഈ ഞായറാഴ്ചയോ? അയ്യോ, ഗോഡൌണിൽ അല്ലെങ്കിൽ സ്റ്റാഫ് കുറവാണല്ലോ. വാ. അപ്പൊ ഈ ഞായറാഴ്ചത്തെ കല്യാണ നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ? അവൻ അതല്ലേ വരുത്, അല്ലാതെ നിങ്ങളുടെ ഗോഡൌണാണോ? ഡാ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തേ, ആ. ഞാൻ നമ്മുടെ ഗോകുലിന്റെ ഒരു പെണ്ണാണാൻ പോയടാ. നമ്മുടെ ഗോകുലിന്റെ? അവന്റെ അമ്മ സമ്മതിച്ചാ? അവന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. ആ അപ്പൊ അത് തീരുമാനായി. എന്തൊരു തള്ളടാ അത്, ഒന്ന് ചാറ്റ് ചെയ്യുമ്പോൾ സമ്മതിക്കൂല നീ. അതല്ല അളിയാ പ്രശ്നം. നല്ല കുടുംബാണ്, നല്ല പെൺകുട്ടിയും. നിനക്ക് നോയിക്കൂടെ? ആ, ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറ്. നിങ്ങൾക്കൊക്കെ നോക്കിക്കൂടെ? അതെ, ഇവിടെ ഇതല്ല പ്രശ്നം. പിന്നെ വളരെ നിർണായകമായ മീറ്റിംഗ് ആണ്, നമ്മുടെ നാടകമാണ്. അതുകൊണ്ട് എല്ലാരും നാടകത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ മീറ്റിംഗിൽ ശ്രദ്ധിക്കുക. ഇതാണ് സ്ഥലം. എന്നാ പോവാ. എന്നാ ബാ. ക്രിയാത്മകമായ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ ഓഫീസിനേക്കാൾ നല്ലത് ഇതുപോലൊരു ഇതാണ്. മിസ്റ്റർ മനു. നോ 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 നോ, മനു കേരളീയൻ. എന്ത്? അല്ല, മനു കേരളീയൻ. ഓ, മനു കേരളീയൻ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആരും കാണാത്ത നാടകം എന്ന് വെച്ചാൽ? പുതിയൊരു നാടകം അവതരിപ്പിക്കുന്ന ഇടമാരെ ആരും കണ്ടിട്ടില്ലല്ലോ. അതിലെന്തത്ര പ്രത്യേകത? കറക്റ്റ് സർ. ഈ നാടകം റിഹേഴ്സൽ സമയത്ത് പോലും ആരും കാണുന്നില്ല. ശരി, ആരാണ് ഈ നാടകത്തിന്റെ കഥാകൃത്ത്? മനു കേരളീയ. സംവിധാനം? മിസ്റ്റർ മനു കേരളീയൻ, താങ്കൾ സമയം കളയാതെ കാര്യം എന്താണെങ്കിൽ പറയൂ. സർ, ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പരീക്ഷണമാണ്. അതെ, പരീക്ഷണ നാടകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രതിഭാധരന്മാരായ പല പല കലാകാരന്മാരെ ഇവിടെ വന്ന് കളിച്ചു പോയിട്ടുമുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ശരി, എവിടെയാണ് ഈ നാടകം ആദ്യം കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? എവിടെ വേണമെങ്കിലും കളിക്കാം. 10 20 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഏത് സ്ഥലത്തും. സ്റ്റേജോ? സ്റ്റേജിന്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റേജ് വേണം നമുക്ക് സംഘടിപ്പിക്കട്ടോ. സ്റ്റേജ് വേണ്ട. സ്റ്റേജും വേണ്ട? ഇവര് എന്തൊക്കെയാണ് ഈ പറയണത്? അപ്പൊ ഈ തെരുവ് നാടകം പോലെ? അതെ സാർ. അല്ല സർ. അല്ല സാർ. സർ, ഈ നാടകം കളിക്കാൻ വെളിച്ചം പോലും ആവശ്യമില്ല. ഇരുട്ടോ? സർ, അതാണ് പറഞ്ഞത്, ആരും കാണാത്ത നാടകം. സോറി, നിങ്ങളുടെ വിഡിത്തം കേൾക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. താ വന്നേ. എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചിരുത്തി മനുഷ്യൻ മനസ്സിലാവുന്ന ഒരു നാടകം ചെയ്യാൻ നോക്കൂ. അല്ലാതെ വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ. അയ്യോ, ഹലോ ഹലോ, പോലെ അവര് പോയണ്ടോ? നമ്പർ എന്തുവാണേ? പോയി വിളിച്ചോക്ക്. എന്റെ അളിയാ, ഇവിടെ കാറ്റും കൊണ്ടിരുന്നു. അവര് പോയി. വാ. ഈ വായി അവര് പോയിന്ന് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് മനസ്സിലായി. ആ. അവരെ കാര്യം വിട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയണ എനിക്ക് തന്നെ മനസ്സിലായില്ല, പിന്നെയാണ് ഓൽക്ക്. ഞാനിത് നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്നിട്ട് നീ പറ ഇത് നടക്കോ ഇല്ലേ എന്നുള്ളത്. ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ട്. അതുപോലെ എന്നാ നീ പറ. അതായത് ആദ്യം കർട്ടൻ ഇങ്ങനെ പൊന്തുന്നു. കർട്ടനോ? കർട്ടൻ എവിടെയാ ചാസ്? കട്ടന്റെ തുണിയാണെങ്കിൽ നമ്മുടെ ജോസേട്ട കടയിൽ കിട്ടൂട്ടാ. കർട്ടൻ ഒന്നും വേണ്ട, ചേട്ടൻ ഒന്ന് പോയെ. എന്താ കർട്ടൻ ഇല്ലാതെ നാടകം കളിക്കുക. അളിയാ, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വല്ല പെണ്ണു കേസും ആയിരിക്കും. അതെ, ഞാൻ ഈ പെണ്ണുങ്ങളായിട്ട് ചില ചാറ്റ് ഉണ്ടല്ലോ, ടൈം പാസിന്, നിനക്കറിയാലോ. അത് എടുത്തൊരു ഹസ്ബൻഡ് മെൽബണിലുണ്ട്. പുള്ളിക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. ആ, വല്ല മൊബൈൽ ഫോൺ വാങ്ങി തരാനായിരിക്കും. ചിലപ്പോ റീചാർജും ചെയ്തു തരും. അതല്ലടാ, ഞാൻ എത്ര പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലാവില്ല. നേരിട്ട് കാണണമെന്ന്. നിങ്ങൾ രണ്ടു വരാമോ? എന്തിനു ഇടി മേടിക്കാനാ? എടാ, ഞാൻ പറയുന്നത് കേക്ക്. നീ അയാളെ അങ്ങോട്ട് ചെന്ന് കാണ്, അതാകുമ്പോ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അതെ. എടാ, ഈ തല്ലിയിട്ട് വല്ല ശീലമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ പറയണേ. അയ്യോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ശീലായിക്കോളും. ഇതേ വിളിക്കണ്ടല്ലോ പുള്ളി. എടുത്തോ. ഹലോ. ആ അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ആ റൂമിന്റെ ലൊക്കേഷൻ നയിക്കാമോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ആ ശരി. നേരം വെക്കണ്ട, പോയി നോക്കാം അല്ലേ? ഉണ്ടാവില്ലല്ലേ? ഓ, എന്റെ അടുത്ത് വരാമോടാ മെൽബൺ വരെ? നിന്നോടൊപ്പാ? ഓ, ചിലപ്പോ ഈ വീഡിയോടെ അവൻ നന്നാവിക്കില്ലേ? അവൻ തിരിച്ചു വന്നാ ഭാഗ്യം. അവനെങ്ങടാ പോത്? ഈ എവിടെയായിരുന്നു? നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ഡബിങ്ങിനുള്ള ആളെ കിട്ടിയോ? കിട്ടി. ഈ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയൻ ആക്സെന്റിൽ മലയാളം സംസാരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് വേണ്ട. മലയാളി അസലായിട്ട് മലയാളം സംസാരിക്കോ? സൂപ്പർ ആയിട്ട് പറയും. ആഹാ. ആണോ? ഞാൻ ഗ്യാരണ്ടി.